നരേന്ദ്രമോദി അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക നൽകും. കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം നരേന്ദ്രമോദി അല്പം മുൻപാണ് വരണാധികാരിയുടെ മുന്നിലേക്ക് പോയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം ഈ നാമനിർദ്ദേശ പത്രിക നൽകിയതടക്കമുള്ളതിൻ്റെ വിവരങ്ങൾ അറിയാൻ കഴിയും. ആർ രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഇതിനുശേഷം മോദി മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് രാവിലെ തന്നെ ഈ വാരണാസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചിരുന്നു. അത് വീണ്ടും ഇത്തവണ ആവർത്തിക്കുമെന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുക. അല്ലെങ്കിൽ ഇതിനുശേഷം രുദ്രാക്ഷ കൺവെൻഷൻ സെൻറ്റർ വെച്ചിട്ട് അവിടെ BJPയുടെ പ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട്. BJP പ്രവർത്തകർക്കുമായിട്ട് സംഭാഷണം നടത്തുന്നുണ്ട്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വിലയിരുത്താൻ. ആ ഘട്ടത്തിൽ ഒരുപക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളോട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഈ മാധ്യമങ്ങളെ പരമാവധി ഉപയോഗിക്കുക, അഥവാ ഇന്നത്തെ ദിവസം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഏറ്റവും ഉത്സവകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ രാജ്യത്തെ ആകെ കാണിക്കുക എന്നുള്ളത് BJPയുടെ ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരുക്കി നൽകുന്നതിൽ അവർ വേണ്ടത്ര ശ്രദ്ധയും കാട്ടിയിട്ടുണ്ട്. അത് നമുക്ക് രാവിലെ മുതൽ തന്നെ വളരെ കൃത്യമായിട്ട് കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് നിലവിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്ന ആ ഒരു മേധാവിത്വം ഒരുപക്ഷെ ഈ അരവിന്ദ് കെജ്രിവാൾ പുറത്ത് വന്നതോടുകൂടി അരവിന്ദ് കെജ്രിവാളിൻ്റെ സാന്നിധ്യം കൂടി മാധ്യമങ്ങളിൽ കൂടുതൽ കാണുന്ന വിധത്തിലേക്ക് മാറിയിരിക്കുന്നു. അതാണ് BJPയുടെ ഒരു വിലയിരുത്തലായിട്ടുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ മോദി മാജിക്ക് കാണിക്കുന്ന വിധത്തിൽ രാജ്യത്തെ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്ന വിധത്തിലേക്ക് പ്രചരണത്തെ ആസൂത്രണം ചെയ്യുക എന്നതാണ് BJPയുടെ തന്ത്രം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. ഇന്നത്തെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ദിവസത്തെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇന്നലെ നടത്തിയ റോഡ് ഷോയും ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഏതാണ്ട് 12 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എത്തിച്ചത് ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. 25 ഘടക കക്ഷി നേതാക്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ആ ഘടകകക്ഷി നേതാക്കന്മാരും ഇന്നത്തെ അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് ഈ വരണാധികാരിയുടെ മുന്നിലേക്ക് എത്തുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഈ വരണാധികാരിയുടെ മുന്നിലേക്ക് അദ്ദേഹം പോകുന്ന വിധത്തിൽ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാം തവണ ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് ഇന്ന് തയ്യാറെടുക്കുന്നത്. ഈ 3ാം തവണ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി അദ്ദേഹം തയ്യാറെടുക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രചരണം നടത്തി മുൻ 2 ടേമിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ടുകളിൽ ഏതാണ്ട് 50% നേടാനായിട്ട് നരേന്ദ്രമോദിക്ക് സാധിച്ചിരുന്നു എങ്കിൽ ഇത്തവണ അതിശക്തമായിട്ടുള്ള പ്രചരണത്തിലൂടെ, പ്രത്യേകിച്ച് അങ്ങനെ അജയ് റായ് കഴിഞ്ഞ തവണയും കോൺഗ്രസിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസ് നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥി ആണ് അജയ് റായ്. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ചിരുന്നു. ഈ രാമക്ഷേത്ര ഉദ്ഘാടന ഘട്ടം വന്നപ്പോൾ അദ്ദേഹം BJPയിലേക്ക് പോകുന്നു എന്ന വിധത്തിൽ പോലും പ്രചരണം ഉണ്ടായിരുന്ന ആളാണ്. ആ ഘട്ടത്തിൽ താൻ രാമക്ഷേത്രത്തിൽ പോകും എന്ന് വാദിച്ച ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ പ്രധാനിയാണ് ഈ അജയ് റായ്. അദ്ദേഹമാണ് ഇവിടെ വാരണാസിയിലും മോദിക്ക് എതിരായിട്ട് മത്സരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ഒരു ശക്തനായിട്ടുള്ള ഒരു ഫിഗറിനെ മോദിക്ക് എതിരായിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഒരു ഘട്ടത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ മത്സരിക്കണം എന്ന വിധത്തിൽ നിർദ്ദേശം ഉത്തർപ്രദേശ് ഘടകം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല. അതിന് നെഹ്റു കുടുംബം തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തികച്ചും ഏകപക്ഷീയമായിട്ടുള്ളൊരു വിജയം നേടുക എന്നതിൽ ഉപരി വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി സാധ്യമായതിൽ പരമാവധി വോട്ടുകൾ നേടുക എന്ന ഒരു ലക്ഷ്യമാണ് BJP വാരണാസിയിൽ കാണിക്കാനായി പോകുന്നത്. അങ്ങനെ ഉണ്ടായാൽ ഇനി വരുന്ന ഘട്ടങ്ങളിൽ ഉള്ള മണ്ഡലങ്ങളിലും അതിൻ്റെ ഭാഗമായിട്ട് ഈ നടക്കുന്ന പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പ്രതിഫലിക്കും എന്ന് അവർ കരുതുന്നു. കൂടുതൽ സീറ്റ് നേടാനുള്ള ശ്രമത്തിന് അതാണ് ഏറ്റവും നല്ല മാർഗം എന്നുള്ളതാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ക്യാമ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് ഉത്തർപ്രദേശിൽ. അതിന് അദ്ദേഹമായിരിക്കും ഇനിയുള്ള ഘട്ടങ്ങളിലെ ഈ പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുക. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് അദ്ദേഹം വാരണാസിയിൽ എത്തിയിരുന്നു. അവിടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവലോകനം നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളുമൊക്കെ അദ്ദേഹം
നൽകിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. ഏതായാലും ഒരു മോദി മാജിക് എന്ന വിധത്തിൽ, അല്ലെങ്കിൽ മോദിയുടെ ഒരു ഷോ അത് വാരണാസിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കാട്ടുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മടങ്ങിയാൽ കൂടി അടുത്ത ദിവസം വീണ്ടും വാരണാസിയിലേക്ക് പ്രധാനമന്ത്രി എത്തുമെന്നും അവിടെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ റാലികളിലും ചില റോഡ് ഷോകളിലും ഒക്കെ ആയിട്ട് അദ്ദേഹം പങ്കെടുക്കും എന്നുമാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുമ്പോഴും ഏറ്റവും വലിയ അടുപ്പം വാരണാസിയുമായി സൂക്ഷിക്കുന്നു എന്ന് വരുത്തി തീർക്കുക കൂടിയാണ് ഈ ഒരു സന്ദർശനത്തിൻ്റെയും റാലികളുടെയും ഒക്കെ ലക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. വളരെ പ്രധാനപ്പെട്ട 7ാം ഘട്ടത്തിലാണ് വാരണാസി വരുന്നത്. വേണു രാധാകൃഷ്ണൻ, ഇന്നും മോദി പ്രതികരിക്കുമ്പോൾ ഗാന്ധി കുടുംബത്തെ വിമർശിച്ചിരുന്നു. പക്ഷേ കേജ്രിവാളിൻ്റെ 75 വയസ്സ് എന്നതിൽ അമിത്ഷാ പ്രതികരിച്ചു, യോഗി പ്രതികരിച്ചു. മോദിയുടെ മൗനം എന്തുകൊണ്ട്? വേണു, അതിനുള്ള ഉത്തരമാണ് ഇന്നലെ കൂടെ നിന്ന യോഗി ആദിത്യനാഥ് എന്നാണ് പറയുന്നത്. കാരണം ഈ പ്രായപരിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാട് എടുത്താണ് ഈ നരേന്ദ്രമോദി ഒരുപക്ഷെ LK അദ്വാനി അടക്കമുള്ള നേതാക്കന്മാർക്ക് മുന്നിൽ നിന്നിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് 75 വയസ്സാകുമ്പോൾ സ്വാഭാവികമായിട്ടും BJP പറയുന്നത് ഇന്ന് രാജ്യത്തിന് മോദിയുടെ നേതൃത്വം ആവശ്യമാണ് എന്നുള്ളതാണ്. പ്രായമല്ല, ഇവിടെ നേതൃത്വത്തിൻ്റെ വിലയാണ് തങ്ങൾ മുന്നിൽ വെക്കുന്നത് എന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലപാട് ഇപ്പോൾ BJP ആവർത്തിക്കുന്നത്. ഒരുപക്ഷെ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ പ്രധാനമന്ത്രി എന്ന രീതിയിൽ മോദിക്ക് അടുത്ത ദിവസങ്ങളിൽ നേരിടേണ്ടി വരും. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ റാലികളിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. ഏതായാലും പ്രതീകാത്മകമായി ഈ യോഗി ആദിത്യനാഥിനെ അടക്കമുള്ളവരെ ഒപ്പം നിർത്തി അതിന് മറുപടി നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പ്രചരണം നടത്തുന്നത്. രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ അദാനി അംബാനി പരാമർശത്തിൽ പിന്നീട് ഒരു തുടർ പ്രതികരണത്തിന് മോദി തയ്യാറായില്ല. അത് തിരിച്ചടിച്ച ഒരു പ്രയോഗമായി പോയോ? അങ്ങനെ വേണമെങ്കിൽ കരുതാം. കാരണം പ്രിയങ്ക ഗാന്ധി വളരെ കൃത്യമായിട്ട് അവർ പങ്കെടുക്കുന്ന പ്രചരണ വേദികളിലൊക്കെ ഈ മോദി അംബാനി പ്രചരണത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല, വളരെ ശക്തമായിട്ട് തന്നെ ആ വിഷയത്തെ ഉന്നയിക്കുന്നു എന്ന് വരുത്തുന്ന വിധത്തിൽ ഇന്ന് അവർ പങ്കെടുത്ത അമേഠിയിലെ പരിപാടികളിലൊക്കെ മോദിയുടെ കൂട്ടുകാരാണ് അവർ, തങ്ങളുടെ മേലിൽ ഇത് കെട്ടിവെക്കേണ്ട എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്.